അവസാനം പാടില്ലായിരുന്നുവെന്ന്, അതെ, അത് ഞങ്ങളുടെ തെറ്റായിരുന്നുവെന്ന് സമ്മതിച്ചിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എന്തിനുമേതിനും ന്യായീകരണങ്ങൾ കൊണ്ട് മെഴുകുന്ന, ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ വക്രീകരിച്ച് ഉത്തരം നൽകുന്ന പാർട്ടി സെക്രട്ടറി അവസാനം തെറ്റ് സമ്മതിച്ച് തലകുമ്പിട്ടിരിക്കുമ്പോൾ പാർട്ടിയുടെ അധപതനത്തിന്റെ അവസാനം കണ്ട നേതാക്കൾ അഹങ്കാരമെല്ലാം താഴെയിറക്കി വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ED പിണറായി വിജയനെ വീട്ടിൽ റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു ഗോവിന്ദനെ ഞെട്ടിക്കുന്ന ആ മറുപടി വന്നത്. ED ഉദ്യോഗസ്ഥരുടെ വാഹനം ആക്രമിക്കാൻ പാടില്ലായിരുന്നു, തെറ്റാണ് ഞങ്ങൾ ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നു. അന്ന് തിരുവനന്തപുരത്ത് കുട്ടി സഖാക്കന്മാർ ആ നാടകത്തിൽ അഭിനയിച്ച് തകർക്കുമ്പോൾ ഗ്രൗണ്ട് സപ്പോർട്ടിന് മുൻനിരയിൽ മുൻ മന്ത്രിമാരായ V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. ഒന്ന് തടയാനോ നിർത്തിക്കാനോ നോക്കാതെ പ്രോത്സാഹനം നൽകുകയായിരുന്നവർ. എക്സാലോജി കേസിനെ സംബന്ധിച്ച ഗോവിന്ദന്റെ മറുപടി സത്യത്തിൽ പിണറായി വിജയനെ തന്നെ ഞെട്ടിച്ചു കാണും. കാരണം എന്ത് ചെയ്താലും പിണറായിക്ക് കുടപിടിക്കുന്ന ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത് കേസ് കമ്പനി നോക്കിക്കോളും, അതിൽ പാർട്ടിയെ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല എന്നായിരുന്നു. വീണ EDക്ക് മുന്നിൽ മൊഴി നൽകാൻ എത്തിയപ്പോൾ തന്നെ പാർട്ടി പിണറായിയെയും കുടുംബത്തെയും കൈവിട്ടു എന്ന തരത്തിൽ വാർത്തകൾ വന്നുവെങ്കിലും അത് വാക്കാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി. ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു വീണയെയും പിണറായിയെയും എക്സാലോജി കേസിൽ കൈവിട്ടു എന്ന് MV ഗോവിന്ദൻ പരസ്യമായിട്ട് പറഞ്ഞത്. ആ ദൃശ്യങ്ങൾ കൂടി ചേർക്കുന്നു, കാണാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ED ഉന്നയിക്കുന്ന പ്രശ്നത്തിന്റെ കമ്പനിപരമായ പ്രശ്നങ്ങളൊക്കെ അവർ തന്നെ കൈകാര്യം ചെയ്യും. അതിൽ രാഷ്ട്രീയമായ ഇടപെടൽ നടത്തുമ്പോഴാണ് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് അതിനെ നേരിടുന്നത്. അതുമായി യാതൊരു ബന്ധമില്ലാതെ പിണറായി വിജയനെ അതിലേക്ക് വലിച്ചടക്കുകയും പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ രാഷ്ട്രീയമായി തീരുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് EDയുടെ അത്തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടിനെ ഞങ്ങൾ എതിർത്തത്. അതാണ് ആ റെയ്ഡ് ഉൾപ്പെടെ വന്നപ്പോൾ പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് 5-8 മണിക്കൂറൊക്കെ പ്രതിഷേധം വന്നപ്പോഴുണ്ടായ ഒരു സ്വാഭാവിക പ്രതികരണം തന്നെയാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഭാഗമായിട്ട് അവസാനം ഉണ്ടായത്. ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നാണ് ഞങ്ങളുടെ ധാരണ. പ്രതിപക്ഷ ഉപനേതാവായി ആര് തീരുമാനിച്ചോന്നും അല്ല, പാർട്ടിക്ക് തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ട് എന്നാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്, അല്ലാണ്ട് തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്, അത്രയേ ഉള്ളൂ. അതുകൊണ്ടൊരു അപകടവും സംഭവിച്ചിട്ടില്ലല്ലോ. കാര്യങ്ങളൊക്കെ നല്ലപോലെ തുറന്നു കാണിച്ച് പ്രതിപക്ഷത്തിന്റെ ദൗത്യം നല്ലതുപോലെ നിർവഹിക്കാൻ ഈ 2 സമ്മേളനത്തിന്റെയും ഭാഗമായിട്ട് സാധിച്ചല്ലോ. മാത്രമല്ല, ഗവൺമെന്റിന്റെ 1 മാസം കൊണ്ട് ഇതുപോലെ ഇത്ര ജനവിരുദ്ധമായ നിലപാടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് തുറന്നു കാണിക്കാൻ കഴിഞ്ഞ മറ്റൊരു ഗവൺമെന്റ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു സൗജന്യ യാത്ര. അത് സമ്പൂർണ്ണ സൗജന്യ യാത്ര ഇപ്പോ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ചുരുക്കിയിട്ടുണ്ട്. മാഷ് ശ്രദ്ധിച്ചോന്നറിയില്ല, മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ ഈ സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിന് ആദ്യ ഘട്ടമായിട്ടുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 10 കോടി അനുവദിച്ചത്. ഇനി പരിശോധന നടത്തിയ ശേഷം എല്ലാവർക്കും സൗജന്യം നൽകാൻ കഴിയില്ലല്ലോ, പ്രീമിയം അടയ്ക്കാനുള്ളവരുണ്ടാവും, ഏറ്റവും ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ളവരുണ്ടാവും. അപ്പൊ അതും പൂർണ്ണമായി സൗജന്യമാകാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അല്ലെ, ആ പരിപാടി തന്നെ നടപ്പിലാക്കാൻ ഇവർക്കാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. 10 കോടി ഉറുപ്പിക മാറ്റിവെച്ചിട്ട് 90 ലക്ഷം കുടുംബങ്ങൾക്ക് 25 ലക്ഷം ഉറുപ്പിക പ്രകാരം കുടുംബാരോഗ്യ പദ്ധതി ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ എങ്ങനെയാ സാധിക്കുക? അപ്പോൾ സാധിക്കാത്ത, നടപ്പിലാക്കാനാവാത്ത ഒരു കാര്യം പറയുകയാണ്. ഇത് തന്നെയാണ് KSRTC സൗജന്യ യാത്ര എന്ന് പ്രഖ്യാപിച്ചിട്ട് അവസാനം ഓർഡിനറി ബസ്സിൽ മാത്രമാക്കി ചുരുക്കി. സൗജന്യ യാത്ര നൽകുന്നത് നല്ലത് തന്നെയാണ്, ഞങ്ങൾക്കതിൽ എതിർപ്പൊന്നുമില്ല. പക്ഷെ അത് വാഗ്ദത്ത ലംഘനമാണ്. ഏത് ഓർഡിനറി ബസ്സിൽ മാത്രമാക്കി ആ യാത്ര പരിമിതപ്പെടുത്തിയത്, അതാണ് ഞങ്ങൾ പറഞ്ഞത്. അത്രയേ ഉള്ളൂ ആ കാര്യത്തിൽ. ഞങ്ങളതിൻ്റെ അകത്ത് വേറെ വിമർശനമല്ല ഉന്നയിച്ചത്. പറഞ്ഞ കാര്യം നടപ്പിലാക്കിയില്ല, വഞ്ചിക്കുകയാണ്. 21,000 ഉറുപ്പിക പ്രകാരം ആശാവർക്കർമാർക്ക് കൊടുക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം മിണ്ടുന്നില്ല, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇങ്ങനെ ഓരോന്നിന്റെ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കല്ലിടുക, ചിലത് കടലാസിലാകുക. ഇതിന്റെ അപ്പുറത്ത് പ്രായോഗികമായി നടക്കില്ല എന്നാണ് പത്രം തന്നെ പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യചിഹ്നം കൊടുത്തുകൊണ്ടാണ് ആ പത്രം ഇന്നത് എഴുതിയത്. വളരെ നല്ല ഒരു പ്രതികരണമാണ്. സത്യം പറഞ്ഞാൽ അതിന്റെ അകത്ത് എന്തെല്ലാം കാര്യം ഈ ബഡ്ജറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒറ്റ ചോദ്യം കൊണ്ട് പദ്ധതിയുണ്ട്, പണം എവിടെ? പണം ഇല്ല, ഇതാണ് കാര്യം. ഇതാ ബഡ്ജറ്റ്.